തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി LDFന് വല്ലാതെ വേദനിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഒരൊറ്റ കോർപ്പറേഷനാണ് കിട്ടിയത്. അതും ഒരുപക്ഷെ മേയർ പിന്നെ LDFന്റെതും ഡെപ്യൂട്ടി മേയർ UDFന്റെതും ആയിരിക്കും. ആ തരത്തിലേക്കാണ് കോഴിക്കോട് പോലും സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇപ്പോ ഈ പെൻഷനിലാണ് സർക്കാരിന്റെ ഏക ഒരു ജയസാധ്യത എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പെൻഷൻ കൂട്ടുക, അതുവഴി ജനങ്ങളെ സ്വാധീനം. ഇത്തവണ പെൻഷൻ കൂട്ടിയിട്ടും തിരിച്ചടിയാണ് കിട്ടിയത്. എന്തായാലും ആ പെൻഷനും ഇനി മുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിന് മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ പോയപ്പോൾ കേന്ദ്രം പറഞ്ഞു ആദ്യം തന്നതൊക്കെ അടച്ചു തീർക്ക്, എന്നിട്ട് ഇനി തരാനുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. 12,516 കോടി കിട്ടിയാലേ മുന്നോട്ട് പെൻഷൻ കൊടുക്കാൻ കഴിയൂ, ശമ്പളം കൊടുക്കാൻ കഴിയൂ, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയൂ. ഇപ്പൊ സർക്കാർ അതിനെ 6,880 രൂപ വെട്ടിക്കുറച്ച് 5,944 കോടിയെ ഇനി കൊടുക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷൻ അടക്കം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം അടക്കം മുടങ്ങില്ലേ? മുടങ്ങും. ശരിയായിട്ടുള്ള രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ധൂർത്തെല്ലാം കൂടെ നടത്തി ഇപ്പം മിക്കവാറും UDFന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. UDFന് ഒരു സംഘടനാ ശക്തിയില്ല, യാതൊന്നുമില്ല, ഐക്യവും ഇല്ലെങ്കിലും അവർ തന്നെ വരും. കാരണം അവരുടെ തലയിൽ തന്നെ വീണിരിക്കുകയാണ് അടുത്ത കിരീടം. അത് അവരുടെ മികവ് കൊണ്ടല്ല, മറിച്ച് പിണറായി വിജയൻ ഗവൺമെൻറ്റിനോടുള്ള അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ്. വേറൊരു ചോയ്സ് ഇല്ല. BJPക്ക് അതിനുള്ള ശക്തിയില്ല. അപ്പോൾ ജനങ്ങൾ നോക്കിയപ്പോൾ ഡിവൈഡഡ് ബിറ്റ്വീൻ 2 വേൾഡ്സ്, വൺ പവർലെസ് ടു ബി ബോൺ ആൻഡ് ദി അതർ ഡെഡ് എന്നുള്ള മാത്യു ആർണോൾഡ് പറഞ്ഞ അവസ്ഥയാണ്. അതായത് ഒന്ന് ജനിച്ചിട്ടില്ല, അത് BJP ഇങ്ങോട്ട് ജനിച്ചിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. മറ്റേതാകട്ടെ മരിച്ചു കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ വേറൊരു ചോയ്സ് ഇല്ല എന്നുള്ള മട്ടിൽ ഇപ്പോൾ UDFന് അത് കിട്ടിയിരിക്കുക. BJP ജയിച്ചിരുന്നുവെങ്കിൽ BJPക്ക് ആ ചോയ്സ് കിട്ടിയേനെ. അടുത്ത പ്രാവശ്യത്തേക്കെങ്കിലും BJP ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്ന് ശരിയായിട്ടും സമർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനൊരു ഈ പൂമാല എടുത്ത് UDFന്റെ തലയിൽ വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. UDFന്റെ യാതൊരു മികവും പ്രതിപക്ഷമെന്നുള്ള നിലയിൽ അവർ കാണിച്ചതായിട്ട് എനിക്ക് അഭിപ്രായമില്ല, ജനങ്ങൾക്കും അഭിപ്രായമില്ല. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു എന്ന് മാത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ്റിന് സാമ്പത്തിക രംഗത്ത് കുറച്ച് അച്ചടക്കം വേണം. അച്ചടക്കം വന്നില്ലെങ്കിലാണ് പാകിസ്ഥാനിൽ സംഭവിച്ചതുപോലെ ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ ഒക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടൊരു കലാപത്തിലേക്ക് രാഷ്ട്രം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളത്. ആ ഒരു വിചാരം കേരളത്തിനില്ലെങ്കിലും കേന്ദ്രത്തിനുണ്ട്. അങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല ഈ ഗവൺമെൻറ്റിനെ എന്നുള്ളതാണ്. കിഫ്ബി എന്നും പറഞ്ഞ് കടമെടുക്കുക, സർക്കാരെന്നും പറഞ്ഞ് കടക്കുക, അങ്ങനെ 2-5 തുഴയിലിനി വേണ്ട. അതുകൊണ്ട് രണ്ടിൻ്റെയും കൂടി ഒന്നായി കണക്കാക്കിക്കൊണ്ട് കടമെടുത്തതിൻ്റെ പരിധി നിജപ്പെടുത്തിയിരിക്കുക. അതിനനുസരിച്ച് കേരളത്തിന് കിട്ടാനുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കടമെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻ വാങ്ങിക്കുന്നവർക്കും ഒക്കെ സന്തോഷമാവും. പക്ഷേ ജനങ്ങൾക്ക് അതുകൊണ്ട് വലിയ അസന്തോഷം ഭാവിയിൽ ഉണ്ടാവും. കേരളം മുഴുവൻ എന്താ പറയുന്നത്, നമ്മുടെ നാറാണക്കല്ല് വെക്കും. ആ പരുവത്തിലായിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും കട്ടപ്പുറത്ത് കയറും. അതാണ് സംഭവിക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രം ഒരു സാമ്പത്തിക അച്ചടക്കം ഇതിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഈ അവസാന നാളുകളിൽ വല്ലാത്ത അന്താളിപ്പ് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം കൂടെ നമുക്കിപ്പോൾ വ്യക്തമായി. അദ്ദേഹം ഇപ്പോൾ നോക്കൂ, PM ശ്രീയിൽ ചെന്ന് വെപ്രാളം പിടിച്ച് N വാസുകിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു ഇല്ലേ? അവിടുന്ന് പിന്നെ കയറൂരാൻ വളരെ പ്രയാസപ്പെട്ടു. ഇപ്പോഴും ഊരിയിട്ടില്ല. PM ശ്രീയിൽ കേരളമുണ്ട്, എൻ്റെ ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശിവൻകുട്ടിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ശിവൻകുട്ടിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസം അതിന് സെക്രട്ടറി ഒപ്പിടണം. പൊതുവിദ്യാഭ്യാസത്തിന്റെ സെക്രട്ടറി ആണല്ലോ വാസുകി. അവരും ഒപ്പിടണം. അതെല്ലാം നടന്നു കഴിഞ്ഞു. നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു. അതിന്റെ കർമ്മം താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാര്യയാണല്ലോ. താലി കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയാണ്. മനസ്സിലായില്ലേ? ആ രേഖ അവിടെ കിടക്കുന്നത്. കല്യാണം ആർഭാടായിട്ട് നടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു രഹസ്യമായിട്ട്. ഭാര്യ ഭർത്താക്കന്മാരാണ് ഏകേന്ദ്രവും കേരളവും. അങ്ങനെ ആയി കഴിഞ്ഞു. PM ശ്രീ വഴി. PM ശ്രീ എന്ന താലി കെട്ടിയിരിക്കുകയാണ്. കാരണവനായി എടുത്തു കൊടുത്തു. അതെ, ഇതിപ്പോ പണയം വെക്കേണ്ടി വരും. അത് വേറെ കാര്യം. അങ്ങനെയാണ് ഇപ്പൊ കേരളത്തിന്റെ പോക്ക്. അല്ല, അതിനവര് പറയുന്ന കേന്ദ്രം അത് പറയുന്നതിന്റെ കാരണമുണ്ട് സാർ. കേന്ദ്രം പറയുന്നത് ബജറ്റിന് പുറത്ത് കിഫ്ബിയിൽ
കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പ എടുത്തു. ഈ കാരണം കാട്ടിയാണ് ഈ 12,516 കോടിയിൽ നിന്ന് 6,880 കോടി കേന്ദ്രം പിടിച്ചത്. അല്ലാതെ വെറുതെ ഒന്നും അല്ല, ചുമ്മാ അങ്ങ് വായ്പ എടുക്കുന്നു, അതെന്ത് ചെയ്യുന്നു എന്ന് പറയുന്നില്ല, എന്ത് ചെലവാക്കുന്നു എന്ന് പറയുന്നില്ല. പിന്നെയും കേന്ദ്രത്തിനോട് ചെന്ന് പണം ചോദിക്കുകയാണ്. അപ്പൊ കേന്ദ്രം പറഞ്ഞു ഇല്ല, ആദ്യം നിങ്ങൾ ഈ പിന്നെ തിരിച്ചടയ്ക്കാനുള്ളതിന്റെ ഒക്കെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പൈസയെ കുറിച്ച് ചിന്തിക്കാം എന്നാണ് പറയുന്നത്. അതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇതിപ്പോ കേരളം എടുക്കുന്ന കടമെന്ന് പറഞ്ഞാൽ കള്ളുകൂടിയന്റെ കടമെടുപ്പ് പോലെ, കള്ളു കുടിക്കാൻ വേണ്ടി അന്തം വിട്ട് ആരുടെയും കടം വാങ്ങിക്കും, ഭാര്യയുടെ താലിമാല എടുത്ത് കൊണ്ടുപോയി പണയം വെച്ചു കടമെടുക്കും, ആ കടം കൊണ്ട് കള്ളു കുടിക്കും. വീട്ടാൻ വാങ്ങുന്നുണ്ടോ? വരുമാനം വേണ്ടേ? അതില്ല, വരുമാനം ഉണ്ടാക്കുന്നില്ല, ചെലവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അതാ ശമ്പള കമ്മിറ്റി വരിക, കമ്മീഷനല്ല, ശമ്പളം കൂട്ടി കൊടുക്കാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എഴുന്ന് ഉണ്ടാവണ്ടേ, വരുമാനം ഉണ്ടാക്കണ്ടേ, എവിടെ റിസോഴ്സസ്? ഒന്നുമില്ല. അപ്പം അങ്ങനെ തകർന്ന് പൊളിഞ്ഞു പോകാൻ ഇപ്പം സംഭവിക്കുന്നത് എന്താ? ശമ്പളം കൂട്ടി കൊടുക്കുമ്പോൾ സന്തുഷ്ടരാകും സർക്കാർ ഉദ്യോഗസ്ഥർ, അതുകൊണ്ട് ഇവർ ജയിക്കുകയാണെങ്കിൽ ഭാരം ജനങ്ങളുടെ തലയ്ക്ക്. ഇനി അതല്ല UDF ആണ് ഇനി വരുന്നതെങ്കിലോ ഭാരം UDFന്റെ തലയ്ക്ക് വരും. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നേക്കും ശാശ്വതമായി ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം 15,000 കോടി വേണം. അതില്ല, അല്ല, മൊത്തത്തിൽ എല്ലാം കൂടെ 2,000 കോടി അല്ലാതെ വേണം, അതും ഇല്ല. പിന്നെ കിടക്കുന്നു, പിന്നെ ഗഡുക്കളായിട്ട് കൊടുത്തു തീർക്കേണ്ട കിടക്കുന്നു, ബാക്കി കൊടുക്കാനുള്ളത് കിടക്കുന്നു. അങ്ങനെ കടമായിട്ട് തന്നെ ജനങ്ങൾക്ക് കടമായിട്ട് തന്നെ കുറെ തുക കിടക്കുന്നു. കുടിശ്ശിക എന്ന് പറയും അതിന്. ആ കുടിശ്ശികയിൽ കുടി മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പം കുടിശ്ശികയും കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട്, അതുകൊണ്ടാണ് ബന്ധപ്പെട്ട് പോയി ഗവർണറെ കണ്ടിട്ട് ഗവർണറുമായിട്ട് 50-50 തീരുമാനമായത്. മനസ്സിലായില്ലേ? ഒരു VC നിങ്ങളുടെ, ഒരു VC ഞങ്ങളുടെ, 50-50. അത് സോൾവ് ആയേ. ഗവർണറുമായിട്ട് നല്ല ചേർച്ചയിലാണ് ഇപ്പോൾ പോകുന്നത്. ക്രിസ്മസ് കേക്കും എല്ലാം കൊണ്ടോ കൊടുത്തു. ഇനി ക്രിസ്മസിന് ബീഫും എല്ലാം വെച്ച് ആ മനുഷ്യന് കൊടുക്കും. RSS കാരനാണ്. വെജിറ്റേറിയൻ ബീഫാന്ന് പറഞ്ഞാൽ പോലും വെജിറ്റേറിയൻ ബീഫും ഒക്കെ കൊടുത്തിട്ട് ഇതെല്ലാം പറ്റിക്കൽ സല്ലിയോ തന്നെ. ആ പരിപാടി എല്ലാം നടത്തി അദ്ദേഹത്തിനെ ഇനി തങ്ങളുടെ ലൈനിലേക്ക് ആക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേന്ദ്രവുമായിട്ട് നേരത്തെ ഒരു പാലം ഇട്ടു എന്ന് പറഞ്ഞാൽ അവിടെ പോയി 5 മന്ത്രിമാരെ കണ്ടില്ലേ? അതെല്ലാം ഈ വെപ്രാളത്തിലായിരുന്നു. കാരണം കടക്കണിയിലാവാൻ പോവുക. വലിയൊരു കപ്പിത്താൻ കടക്കണിയിലാണ്. വലിയൊരു ബർമുഡ ട്രയാങ്കിളിൽ പെട്ടിരിക്കുകയാണ് കപ്പിത്താൻ. അവിടുന്ന് രക്ഷപ്പെടാനുള്ള പരവേശങ്ങളായി കാണിക്കുന്നതൊക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യം. സാമ്പത്തികമാണ് ഇതിൻ്റെ കാരണം. വലിയ പ്രതിസന്ധിയാവാൻ പോകുന്നു കേരളം. മനസ്സിലായോ? അപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞ ഒരു വ്യാജ നോട്ട്, ഒരു ക്രിപ്റ്റോ കറൻസി, കിഫ്ബി എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അത് വെച്ചാണ് ഇതിൻ്റെ നിത്യദാന ചെലവുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് പറ്റിയ ഒരാളിനെ ഇവിടെ വെച്ചിട്ടുണ്ട്, KM എബ്രഹാം. അപ്പം ഞാൻ ചിരി മതിയല്ലോ, വേറെ ഒന്നും പറയണ്ടല്ലോ പുള്ളിയെക്കുറിച്ച്, കമൻ്റ് ഒന്നും പറയുന്നില്ല. IAS കാരനല്ലേ, അദ്ദേഹത്തിനുള്ള ബഹുമാനം അദ്ദേഹത്തിന് ഇരിക്കട്ടെ. അതിന് പറ്റിയ ആളിനെ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ശബരിമലയ്ക്ക് ജയകുമാറിനെയും വെച്ചിട്ടുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം പര്യടനം നടത്തിയതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര പരാക്രമം പിടിച്ച് മോദി നടത്തിയത് 3 രാഷ്ട്രങ്ങളിലാണ്. ഇദ്ദേഹം ഗൾഫിലുള്ള സകലമാന രാഷ്ട്രങ്ങൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല മോദിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴതിൻ്റെ കൂടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുപ്പിയിട്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കടത്തിൻ്റെ പകുതി അങ്ങ് കടുംപെട്ട് വെട്ടുകയും ചെയ്തു. ഇതോടുകൂടി ഇപ്പോൾ ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്ന് തോന്നുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളെന്ന് പറഞ്ഞ കണക്കിന്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകൾ അടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ 20,000 കോടി വേണം. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് 15,000 കോടിയിലേറെ. 2,000 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം. നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ 3,300 കോടി രൂപ നേരത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. ആകെ ഗ്യാരണ്ടി നിൽക്കുന്ന എത്ര തുകയാണ് കേന്ദ്രം ആകെ ഗ്യാരണ്ടി തരുന്നത്? ഗ്യാരണ്ടി നിൽക്കുന്ന തുകയുടെ 0.5% വീതം 5 വർഷം കൊണ്ട് 2.5% കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നും കേന്ദ്രം സമ്മതിച്ചതോടെ തടഞ്ഞു വെച്ച 3,300 കോടി അന്ന് അനുവദിക്കും എന്നായിരുന്നു പ്രതീക്ഷ. കാരണം കാലൊക്കെ പിടിച്ചപ്പോൾ അനുവദിക്കും എന്നായിരുന്നു. എന്നാൽ 2.5% തുകയും ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശം എത്തിയതോടെ 3,300 കോടിയും എന്ന് പറഞ്ഞാൽ 27,000 കോടി രൂപ അടിയന്തരമായിട്ട് കേരള ഗവൺമെന്റിന് ചെലവുണ്ട്.
പക്ഷെ ഒന്നും ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല ഇല്ല എന്നുള്ളതാണ്. 27,000-ന്റെ കടം മുടിച്ച പിന്നെയും പിച്ച ചട്ടി എടുത്തിറങ്ങേണ്ടി വരും കേരളത്തിലെ സാധാരണക്കാര് തെണ്ടാനായിട്ട്. അതാണ് ഇപ്പൊ നമ്മുടെ 3 ലക്ഷമായിരുന്നു ഇപ്പൊ കടം. ഇതും കൂടെ വന്നതിന്റെ അതിന്റെ ഒരു വീതാംശം കൂടെ കടമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് KN ബാലഗോപാലും പിണറായി വിജയനും കൂടി കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ നാണക്കേട് മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് PM ശ്രീ പദ്ധതിയും അതുപോലെ തന്നെ കേരള ഗവർണർ അനിൽകുമാർ. അതിലൊക്കെ വലിയ രസം അനിൽകുമാർ, രജിസ്ട്രാർ അനിൽകുമാർ എന്ന് പറഞ്ഞ് എന്തുവായിരുന്നു, കരസേനാധിപനെ പോലെ യൂണിവേഴ്സിറ്റിക്ക് യുദ്ധം ആർഷോയും കൂട്ടരും SFIക്കാരും അതുപോലെ DYFIക്കാരും CITക്കാരും എല്ലാം കൂടി എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് എന്തുവായിരുന്നു. ഇപ്പോൾ ഗവർണറെ ഇപ്പോൾ ഈയൽ പോലെ പറത്തിക്കും, EM പൂശിയിട്ട് ഈയൽ പോലെ പറത്തിക്കുമെന്നുള്ള മട്ടിലല്ലേ ഭീഷണിത്തരങ്ങളുമായിട്ട് പോയേ. അയാളെ ഇപ്പോൾ ബലി കഴിച്ചു. അയാൾ എന്ത് ചെയ്യും? അനിൽകുമാറെ നാണമുണ്ടോ നിങ്ങൾക്ക്? CPMന്റെ ലേബലിൽ നിങ്ങളെ ഏതോ പ്രൈവറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടിരുന്ന നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ നിങ്ങളൊന്നും ആലോചിക്കണ്ടേ? കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിട്ടിരിക്കാൻ അവിടെ വന്ന് ഇളിച്ചും കൊണ്ട് വന്ന് നിന്നല്ലോ. നിർലജ്ജം. അന്നേ ഞാൻ പറഞ്ഞു നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞതാണെന്ന്. ആർഷോ എവിടെ നിന്ന്? നിങ്ങളുടെ ആർഷോ എവിടെ? എന്താ ഇപ്പം ആർഷോ എവിടെ നിങ്ങളുടെ? നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ആരാധകരിവിടെ ഇന്ന് നിന്റെ അന്തപ്പുരം എവിടെ? പോയില്ലേ? അവിടെ ഇരുന്നോണ്ട് ഗവർണറെ ഭരിക്കാമെന്ന് വിചാരിച്ചു. താൻ ആരാണെന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ. താരാണെന്ന് തനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതാണ് അല്ലേ? ഇതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അനിൽകുമാർ ഇരിക്കേണ്ടിടത്ത് ഇപ്പോൾ പോയി ഇരിക്കുക. ദേവസ്വം ബോർഡ് കോളേജ്, ശാസ്താംകോട്ടയിൽ ദേവസ്വം ബോർഡ് കോളേജ് ഉണ്ടല്ലോ, അവിടെ പോയിരിക്കുക. വല്ല കാര്യം കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന്മീതെ പിറക്കാൻ മോഹം എന്ന് പറഞ്ഞാൽ ഇത് മോശമല്ലേ? അത് അനിൽകുമാർ